എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസ് കറക്റ്റ് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്? ആൻസർ എ ആണ് വരിക. ദ ടീം പ്ലേസ് വെൽ ടുഗദർ. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എനിക്കുള്ള ഊർജ്ജം. അപ്പോഴാണ് ഞാൻ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്: ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. ഷീ സെഡ്. ആൻസർ ബി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ടുമോറോ എന്നുള്ളത് ഫോളോയിങ് ഡേ എന്നാക്കണം. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെന്റൻസ് ബിലോ. ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട്ലൈറ്റ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. ആൻസർ ബി ആണ്. ആഡ്വർബ് ആണ്. ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. Next question, choose the correct question tag for the following sentence. You have finished your homework. എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ടാഗ് വരുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ് വരിക. അപ്പോൾ haven't you. Next question, identify the sentence that has been correctly transformed from active voice to passive voice. I write a letter. I write a letter. A letter is written by me. Next question, which of the following words is a synonym for vivid? Synonym എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം vivacious. Vivid എന്ന് പറഞ്ഞാൽ vivacious. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവരെ ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 88. Identify the word that means the opposite of excessive. Excessive പറഞ്ഞാൽ കൂടുതലുള്ളത്. അപ്പം moderate. Next question, which word is most similar to resilient? Answer B, flexible. Next question, find the one word for the statement. To choose not to use a vote either in favor or of or against something. Answer D, abstain. നെക്സ്റ്റ് മലയാളമാണ്. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ആൻസർ ബി ആണ്. സന്നദ്ധനാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലയൊഴി എന്ന പദം പിരിച്ചെഴുതിയാൽ. അലയൊഴി എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെയാ? അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി, അലയാഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തലമുടി എന്ന അർത്ഥം വരാത്ത പദമേത്? അർത്ഥം വരാത്ത പദം. ആൻസർ ഡി, തുഹിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദങ്ങളേവ? ഉത്തരവാദിത്വം, അനന്തിരവൻ, കൃതജ്ഞത, കൃത്രിമം. ആൻസർ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഉത്തരവാദിത്വം എന്നുള്ളതും പിന്നെ എന്താണ്? കൃതജ്ഞത എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഉചിതമായ സ്ഥിതിക്ക് എന്താ പറയാ? ഔചിത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ സി, അനൃതം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? 4-5 എന്ന പദം വിഗ്രഹിക്കുന്നത് 4 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. കൽ പ്ലസ് മതം. കൽ പ്ലസ് മതം എന്ന് പറഞ്ഞ എങ്ങനെയാണ് ചേർത്തെഴുതുക? കന്മതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാള ചൊല്ല് ഏത്? ആൻസർ ബി, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഡി, അധ്യാപികമാർ. സലിംഗ ബഹുവചനം അധ്യാപികമാർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.